തുറന്നു നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ പോലുമില്ല. ഇങ്ങനെ വിലയുള്ള സാധനം അല്ലെങ്കിൽ ഇത്രയും ഒരു സാധനം അതിനകത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്രയും സാധനം അലക്ഷ്യമായിട്ട് അതിനകത്ത് ആരും സൂക്ഷിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദയനീയമായ അവസ്ഥ. ഞാനൊരു 11 മണിക്ക് ഓഫീസ് വരുമ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് എന്ന് പറയുന്നത്, സാറേ ഇവിടെ ഇങ്ങനെ കുറേ അധികം കമ്പ്യൂട്ടർ എന്ന ആ ഭാഷ അവർ പറഞ്ഞത്. ശരിക്കും ഇത് ടാബ്ലറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ എല്ലാം കൂടെ വരെ അടുക്കി വെച്ചിരിക്കുന്നു, അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളിടത്താണ് ഏറ്റവും വലിയ. ഇത് ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല ഇത് എന്ത് ആവശ്യങ്ങൾക്ക് അവിടെ വന്നതാണെന്ന്. ഏത് പദ്ധതിപ്പെടുത്തി ഇത് വാങ്ങിയതാണോ, ഇത് യഥാർത്ഥത്തിൽ ആരുടേതായാലും ഏത് പദ്ധതിപ്പെടുത്തിയതായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. എന്ത് പറഞ്ഞാലും അത് ഏത് തരത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ശരിക്കും അവർ പല കാരണങ്ങളും പലതും ന്യായങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവർ. എന്തായാലും ഇത് ആരാണ് ഇതിന് പിന്നിൽ നിന്നും എങ്ങനെയാണ് ഇത്രയധികം സാധനം ശ്രദ്ധിക്കപ്പെടാതെ ആക്രികളുടെ കൂട്ടത്തിൽപ്പെട്ടതെന്നും ഇതെവിടെയും സൂക്ഷിച്ചു വെച്ചു എന്നുള്ളൊരു വാക്ക് അതിനത് യോജിക്കുന്നതല്ല എന്നാണ് എൻ്റെ ഒരു സാധാരണ ലോജിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഇത് സൂക്ഷിക്കാനാണെങ്കിൽ ആക്രിയുടെ കൂട്ടത്തിലല്ലല്ലോ സൂക്ഷിക്കേണ്ടുന്നത്. ഫീഡിംഗ് റൂമിൻ്റെ ആർക്കും കയറാവുന്ന മുൻവശത്തെ ആദ്യത്തെ റൂമിലുമായത് അകത്തും എല്ലാം മുകളൊന്നും അല്ല സൂക്ഷിച്ചിട്ടുള്ളത്, വളരെ അശ്രദ്ധമായി തന്നെ സൂക്ഷിച്ചത്. ഏകദേശം എൻ്റെ കണക്കൂട്ടനുസരിച്ച് 250 300 കൂടുതലോ ടാബുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതിലിപ്പോൾ അവശേഷിക്കുന്ന 165. പൊട്ടിക്കാത്തതാണ് ബഹുഭൂരിപക്ഷവും. ബണ്ടിൽ പോലും ആ പാക്കിങ് പോലും പൊട്ടിക്കാത്തതാണ് അതിനകത്തിരിക്കുന്നതല്ല. ചുരുക്കം ചിലത് മാത്രമാണുള്ളത്. നടപടി എന്ന നിലയിൽ തീർച്ചയായിട്ടും സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതേത് സ്കീമിൽ ഏത് പദ്ധതി പെട്ടെന്ന് എളുപ്പമല്ല, കാരണം ഇത് ഈ അടുത്ത കാലത്ത് എങ്ങും ഉള്ളതല്ല. ഉടൻ ഇപ്പോഴത്തെ ഡീൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുമില്ല, അവർക്ക് പറയാനും കഴിയുന്നില്ല. എങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സെക്രട്ടറി നൽകണം എന്ന് സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്.